US, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലായി 16 സ്റ്റേഡിയങ്ങളിലാണ് ഫിഫ ലോകകപ്പ് നടക്കുന്നത്. മത്സരവേദികളിലൊന്നായ കാലിഫോർണിയയിലെ സാന്താ ക്ലാരയിലുള്ള ലിവൈസ് സ്റ്റേഡിയത്തിലേക്ക് ഒന്ന് പോയാലോ? അതെന്താ സ്റ്റേഡിയത്തിൽ ഇങ്ങനൊരു തുണി? സംഗതി വേറൊന്നുമല്ല, അത് ലിവൈസ് ബ്രാൻഡ് ചെറുതായി ഒന്ന് മറച്ചതാണ്. ചില്ലി കാശ് മുടക്കാതെ ഓസിന് ഇപ്പോൾ പരസ്യം കിട്ടേണ്ടെന്ന് ഫിഫ ഓർത്തിട്ടുണ്ടാകും അല്ലേ? സ്റ്റേഡിയത്തിന്റെ പ്രവേശന കവാടത്തിന് ചുറ്റുമുള്ളതും സ്കോർ ബോർഡിന് മുകളിലുള്ളതുമായ ലിവൈസിന്റെ ലോഗോകളെല്ലാം തന്നെ വെള്ള ടാർപോളിൻ കൊണ്ട് മറയ്ക്കാൻ ഫിഫ ഉത്തരവിട്ടു. കൂടാതെ സ്റ്റേഡിയത്തിന്റെ പേര് തൽക്കാലത്തേക്ക് സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയ സ്റ്റേഡിയം എന്ന് മാറ്റാനും ആവശ്യപ്പെട്ടു. കാര്യം മറ്റൊന്നുമല്ല, ടൂർണമെന്റിലെ എക്സ്ക്ലൂസീവ് പരസ്യ അവകാശങ്ങൾക്കായി കോടിക്കണക്കിന് രൂപ നൽകുന്ന മെയിൻ സ്പോൺസർമാരുടെ വൻതോതിലുള്ള സാമ്പത്തിക സഹായമാണ് ഫിഫയുടെ പ്രധാന വരുമാനം. അതുകൊണ്ട് തന്നെ സ്പോൺസർമാരെ ഫിഫയ്ക്ക് പിണക്കാൻ പറ്റില്ലല്ലോ. അതിനാൽ വാണിജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി US, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിലെ എല്ലാ മത്സരവേദികളിൽ നിന്നും ഔദ്യോഗിക സ്പോൺസർമാരല്ലാത്ത മറ്റെല്ലാ ബ്രാഞ്ചുകളും ഒഴിവാക്കണമെന്ന് ഫിഫ ഉത്തരവിറക്കി. അങ്ങനെയാണ് ലിവൈസ് ബ്രാഞ്ച് മറയ്ക്കപ്പെട്ടത്. പക്ഷേ ലിവൈസിന്റെ ബാറ്റിംഗ് ലോഗോയുടെ ആകൃതിയിൽ തന്നെ ബ്രാൻഡ് മറച്ചതിനാൽ ആളുകൾക്ക് വേഗത്തിൽ കണ്ടുപിടിക്കാൻ സാധിച്ചു. എന്നാൽ ഒട്ടും വിട്ടുകൊടുക്കാൻ ലിവൈസും തയ്യാറായില്ല. എത്രത്തോളം മറയ്ക്കുന്നവോ അത്രത്തോളം ആളുകൾ ഇപ്പോൾ അറിഞ്ഞെന്നായി ലിവൈസും. പക അത് വീട്ടാനുള്ളതാണല്ലോ. അങ്ങനെ വിട്ടുകൊടുക്കാനും ഇവരും തയ്യാറായില്ല. ലിവൈസ് തങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ചിത്രം ക്യാൻവാസ് കൊണ്ട് മൂടിയ ലോഗോയുടെ ചിത്രമാക്കി മാറ്റി. കൂടാതെ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായ നോബഡീസ് ഗോണ നോ, ആരും അറിയാൻ പോകുന്നില്ല എന്ന ഓഡിയോയോടുകൂടി സ്റ്റേഡിയത്തിന്റെ ഒരു ക്ലിപ്പും അവർ പങ്കുവച്ചു.